ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനീഷ് എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ ആയൂരാണ് എൻ്റെ സ്വദേശം. ഏകദേശം 2-2.5 വർഷത്തോളമായി ഞാൻ ഫിജി കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു മഹാപ്രസ്ഥാനം ഏറ്റെടുത്ത് ചെയ്യുകയാണ്. കമ്പനി പറഞ്ഞതുപോലെ തന്നെ ഒട്ടനവധി വരുമാനങ്ങൾ തരികയും അതോടൊപ്പം കുറേ കോൺട്രാസ്റ്റുകൾ വെക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ജനുവരി മാസത്തിൽ കമ്പനി ഒരു തായ്ലാൻഡ് ട്രിപ്പ് ഒരു കോൺട്രാസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. അതോടൊപ്പം ഈ ഏകദേശം ഒരു ജനുവരി 25-ാം തീയതിയോടുകൂടി ഞങ്ങൾ ഒരു 32ഓളം പേര് തായ്ലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോവുകയും അവിടെ ചെന്ന് അവിടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റിയ ഒരു അഭിമാന നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പല പല മേഖലയിൽ നിന്ന് 32 പേര് ഒരു ഫാമിലി ആയിട്ട് ഒത്തൊരുമയോടുകൂടി ഒരു രാജ്യത്തേക്ക് എത്തുക, അവിടുത്തെ കാഴ്ചകളെല്ലാം കാണുക, അതോടൊപ്പം തന്നെ അടിച്ചു പൊളിച്ച് എന്താ പറയുക, നമ്മൾ ലൈഫിൽ നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും വലിയ സന്തോഷമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ പറ്റിയത്. നമ്മൾ എത്രയൊക്കെ ഏത് മേഖലയിൽ നിന്ന് വന്നവരായാലും നമ്മൾ സ്വന്തമായിട്ട് കുറേ ക്യാഷ് ഉണ്ടാക്കി നമ്മളൊരു ടൂർ പോകുക എന്നൊക്കെ പറയുന്നതിന് കൂടുതലും നമ്മുടെ കമ്പനിയിൽ നിന്നൊരു ട്രിപ്പ് നമ്മൾ അച്ചീവ് ചെയ്ത് നമ്മളൊരു ഫാമിലി ആയിട്ട് പോവുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാൻ പറ്റിയ ഒരു സന്തോഷ നിമിഷം. അതോടൊപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ കമ്പനി എന്ത് വരുമാനം തരുമെന്ന് പറഞ്ഞാലും അത് നമുക്ക് തന്നിരിക്കും. അതോടൊപ്പം കോൺട്രാസ്റ്റുകൾ അച്ചീവ് ചെയ്താൽ തീർച്ചയായിട്ടും കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് എന്താ പറയുക, നമ്മുടെ ചെയർമാനോടായാലും കമ്പനിയോടായാലും കമ്പനി മാനേജ്മെൻറ്റിനോടും എല്ലാം നമുക്ക് അധികം കടപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ. എന്തായാലും ഞങ്ങളെല്ലാവരും പോയി അടിച്ചു പൊളിച്ചിട്ട് വരികയുണ്ടായി. അപ്പം എന്താ പറയുകയുള്ളതെന്ന് വെച്ചാൽ നമ്മളെ നെഗറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ടാവും. നമുക്കൊന്നും ഇതിൽ വന്നിട്ടൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രോഡക്റ്റുകൾ കിട്ടുന്നു, ഞങ്ങൾക്ക് വെറുതെ കൊണ്ട് ഞങ്ങൾ കട്ടിലടി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷേ എന്തൊക്കെയായാലും നമ്മൾ ഈ ഒരു കമ്പനിയെ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വരുമാനങ്ങൾ കിട്ടും. കമ്പനി പറഞ്ഞേക്കുന്ന ഏതൊരു വരുമാനവും നമ്മുടെ അക്കൗണ്ടിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് എത്തിച്ചേരുന്നതാണ്. അതോടൊപ്പം നെഗറ്റീവ് പറയുന്നവരുടെ വാക്കുകൾ നമ്മൾ മറ്റുള്ളവർക്കുടെ മുമ്പിൽ നമ്മുടെ ബുദ്ധി പണയം വെച്ചാൽ ഒരിക്കലും നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല. പക്ഷേ നമ്മളായിട്ട് തന്നെ നിന്ന് നമ്മളായിട്ട് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഒരു വരുമാനമായാലും കോൺട്രാസ്റ്റ് ആയാലും എന്ത് കമ്പനി നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമുക്ക് തരും. അപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ചെയർമാനെ കുറിച്ചാണ്. അദ്ദേഹം എന്ത് ഒരു ഘട്ടത്തിൽ കൂടി കടന്നു പോയാലും നമ്മളെല്ലാവരെയും അദ്ദേഹം എന്താ പറയുക ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അദ്ദേഹത്തിന് എന്തൊരു കാര്യം വന്നാലും കമ്പനിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നമ്മൾ എന്ത് അച്ചീവ് ചെയ്താലും കമ്പനി തരുമെന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും തരും. അപ്പം നമ്മളെല്ലാവരും ഇത് ഏറ്റെടുത്ത് ചെയ്യുക, കോൺട്രാസ്റ്റുകൾ അച്ചീവ് ചെയ്യുക. നമ്മൾ മറ്റുള്ള രാജ്യത്ത് ഒരിക്കലും നമ്മുടെ സ്വന്തം ക്യാഷ് എടുത്ത് മറ്റുള്ള രാജ്യത്ത് പോകാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ അതേ കണക്ക് കഷ്ടപ്പെട്ട് വരുന്നവരാണ്. പക്ഷേ നമ്മുടെ കമ്പനിയിൽ നിന്നൊരു കോൺട്രാസ്റ്റ് അടിച്ച് നമ്മൾ ഒരു ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷവും അല്ലെങ്കിൽ കമ്പനി പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം എല്ലാവരും ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാവർക്കും രക്ഷപ്പെടാൻ നല്ലൊരു മാർഗ്ഗമാണ്. നമ്മുടെ ഒരു മാനേജ്മെൻ്റ് ആയാലും നമ്മുടെ ചെയർമാനായാലും എല്ലാവരും നമ്മളെ ചേർത്ത് പിടിക്കും. അപ്പം ഈ ഒരു അഭിമാന നിമിഷം ഞാനിത് പറയാനുള്ള കാര്യം വെച്ചാൽ നമുക്ക് ഈ തായ്ലാൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യം നമ്മളെ സ്വപ്നങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കോ വാട്സപ്പോ ഒക്കെ എടുക്കുമ്പോൾ മാത്രമേ നമ്മളിത് കണ്ടിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു രാജ്യത്ത് എത്തുകയും അവിടുത്തെ സമ്പത്ത് വ്യവസ്ഥയോ അല്ലെങ്കിൽ അവിടുത്തെ പല പല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഒരു രൂപ പോലും നമ്മുടെ കയ്യിൽ നിന്ന് ചിലവില്ല, നമ്മുടെ കമ്പനിയാണ് നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു അഭിമാന നിമിഷമാണ്. അതിന് കമ്പനിയോടും ചെയർമാനോടും എല്ലാം 1000 എനിക്ക് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു ലേഡീസ്, താങ്ക് യു.